രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ചുള്ള പഠന പരമ്പരയുടെ 9ാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. 9ാം എപ്പിസോഡിൽ കൗൺസിൽ പശ്ചാത്തലം ഒന്ന് വിലയിരുത്തുകയാണ്. യുദ്ധത്തിൻ്റെ ഭീതി നിഴലിച്ച സാഹചര്യത്തിലാണ് 23ാം യോഹന്നാൻ മാർപ്പാപ്പ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വിളിച്ചുകൂട്ടുന്നത്. ഒരു 3ാം ലോകമഹായുദ്ധം ഉണ്ടാകാൻ പോകുന്നുവെന്ന് ലോകം മുഴുവൻ പേടിച്ചിരുന്ന സമയമായിരുന്നു 1962. 1961 ബെർലിൻ മതിൽ പണിയപ്പെട്ടു. കിഴക്കൻ ജർമ്മനിയും പടിഞ്ഞാറൻ ജർമ്മനിയുമായി ജർമ്മനി പൂർണ്ണമായി വിഭജിക്കപ്പെട്ടു. ഇവിടെ നിന്ന് അവിടേക്കോ അവിടെ നിന്ന് ഇവിടേക്കോ പ്രവേശനം പൂർണ്ണമായും നിഷേധിക്കപ്പെട്ട ഒരവസ്ഥയായിരുന്നു. ക്യൂബയുടെ പേരിൽ റഷ്യയും അമേരിക്കയും തമ്മിൽ കലഹിച്ചു. റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധം ശക്തമായി. സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധത്തിൻ്റെ ഫലമായി 3ാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്നുള്ള ഭീതിയിൽ എല്ലാവരും ജീവിച്ചു. 1989 ബെർലിൻ മതിൽ വീഴുന്നത് വരെ യൂറോപ്പിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടവും ക്യാപിറ്റലിസ്റ്റ് ഭരണകൂടവും തമ്മിലുള്ള അകലം വളരെ വലുതായിരുന്നു. രാഷ്ട്രീയവും സാമൂഹികവുമായ ഈ അസ്വസ്ഥതകൾ മാത്രമല്ല, സഭയ്ക്കുള്ളിലും സഭയുടെ യാഥാസ്ഥിക മനോഭാവങ്ങൾ വരുത്തിയ അസ്വസ്ഥതകൾ വളരെ വലുതായിരുന്നു. സഭയെ ആദരിക്കുന്നതിനും സഭയുടെ നിയമങ്ങൾ പാലിക്കുന്നതിനും പ്രത്യേകിച്ച് യൂറോപ്പിലെ സഭകൾ വിമുഖതകൾ പാലിച്ചു. സഭയിലുള്ള സജീവ പങ്കാളിത്തം കുറഞ്ഞു. ആരാധനക്രമത്തിൽ പങ്കെടുക്കാനുള്ള താല്പര്യങ്ങൾ കുറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് ആരാധനക്രമ നവീകരണ പ്രസ്ഥാനവുമായി ഫ്രാൻസിലും ബെൽജിയത്തും ജർമ്മനിയിലുമൊക്കെ ദൈവശാസ്ത്രജ്ഞരും ആരാധനക്രമ പണ്ഡിതരും മുന്നോട്ട് വരുന്നത്. ആരാധനക്രമ നവീകരണത്തെക്കുറിച്ച് ആരാധനക്രമത്തിൻ്റെ ചൈതന്യം എന്ന പേരിൽ 1918 റൊമാനോ ഗുവാഡിനി എഴുതിയ പുസ്തകവും തുടർന്ന് റൊമാനോ ഗുവാഡിനിയുടെ നേതൃത്വത്തിൽ ഉണ്ടായ പ്രവർത്തനങ്ങളും 1960 വരെ വളരെ ശക്തമായി തുടർന്നു. 1949 സമൂഹബലി ആവശ്യമാണെന്ന് കാൾ റാൻഡർ എന്ന ദൈവശാസ്ത്രജ്ഞർ പറഞ്ഞപ്പോൾ ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങൾ എഴുതുന്നതിൽ നിന്നും കാൾ റാൻഡറിനെ മുടക്കി. അതേ സഭ തന്നെ 1963 സമൂഹബലി അനുവദനീയമാക്കി എന്നത് മറ്റൊരു ചരിത്രം. കൗൺസിലിൻ്റെ പശ്ചാത്തലം അങ്ങനെ ചിന്തിക്കുമ്പോൾ പലതരത്തിലും സഭയ്ക്കുള്ളിൽ വിള്ളലുകൾ ഉണ്ടാകുന്നു എന്ന് കണ്ടപ്പോഴാണ് വിള്ളലുകളും വിടവുകളും നികത്തുന്നതിനും കാലത്തിൻ്റെ ഗതി അനുസരിച്ച് ലോകത്തെ മനസ്സിലാക്കി സഭയെ കാലത്ത് പ്രസക്തമാക്കുന്നതിനും രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ആരംഭിച്ചത്. ഈ പശ്ചാത്തലം മനസ്സിലാക്കുമ്പോഴാണ് സഭയുടെ ദൗത്യവും കൗൺസിലിൻ്റെ പ്രാധാന്യവും നമുക്ക് ബോധ്യമാവുക. നന്ദി.